ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? രംഭ അല്ലെങ്കിൽ LP, ഷേപ്പ്, ചസ്തേ, ILSA. ഇതിൽ ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? LDC പ്രിലിംസ് 13/24 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചന്ദ്രയാനാണ്. ചന്ദ്രയാൻ്റെ 1, 2, 3 ഈ 3 ചാന്ദ്ര ദൗത്യങ്ങളും ചാന്ദ്ര പരിവേഷണ ദൗത്യങ്ങളും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024-23 ചന്ദ്രയാനായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചന്ദ്രയാൻ എന്താണ്, ചന്ദ്രയാൻ 3 മുതൽ ബാക്കിലോട്ട് നമുക്ക് പഠിക്കാം. ആദ്യം ചന്ദ്രയാൻ 3 കാര്യങ്ങൾ പഠിച്ചിട്ട് നമുക്ക് പിന്നെ ചന്ദ്രയാൻ 2, 1 എന്ന രീതിയിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്. ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത് 3ാമത്തെ ചാന്ദ്ര ദൗത്യം അല്ലേ, ISROയുടെ 3ാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ 3. ഈ ചന്ദ്രയാൻ 3ൻ്റെ വിക്ഷേപണം എന്നാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, 2023 ജൂലൈ 14. 2023 ജൂലൈ 14 നമുക്കൊരു 4-5 ഡേറ്റ് പഠിക്കാനുണ്ട് ഈ ചന്ദ്രയാൻ 3 തന്നെ. അപ്പോൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇത് വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. ഇനി ഇതിൽ എത്ര ഭാഗങ്ങളുണ്ട്? ചന്ദ്രയാൻ 3 എത്ര ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 3 ഭാഗങ്ങളാണുള്ളത്. എത്ര ഭാഗങ്ങളാണുള്ളത്? 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കി. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ, ലാൻഡർ മൊഡ്യൂൾ, റോവർ. ഇതിൽ 3 ഭാഗങ്ങൾ. നമ്മൾ 1, 2 പഠിക്കുമ്പോഴും ഇതുപോലെ തന്നെ എത്ര ഭാഗങ്ങളുണ്ട് എന്നുള്ളത് പഠിക്കും. ഇപ്പോൾ ചന്ദ്രയാൻ 3 എത്ര ഭാഗങ്ങളാണുള്ളത്? 3 ഭാഗങ്ങൾ കിട്ടുമല്ലോ. അതിലാദ്യം ഏതാണ്? പ്രൊപ്പൽഷൻ എന്നുള്ളതിന് PM എന്ന് ഓർത്ത് വയ്ക്കുക. PM. പിന്നെ ലാൻഡർ മൊഡ്യൂൾ ആണെങ്കിലോ LM. ലാൻഡർ മൊഡ്യൂൾ ആണെങ്കിൽ LM. പ്രൊപ്പൽഷൻ മൊഡ്യൂള്, ലാൻഡർ മൊഡ്യൂള്, പിന്നെ ഏതാണ്? റോവർ. ഇതിൽ ലാൻഡറിന് ഉള്ള പേരെന്താണ്? ലാൻഡറിൻ്റെ പേരെന്താണ്? വിക്രം എന്നാണ്. വിക്രം. നമ്മൾ ചന്ദ്രയാൻ 2 പഠിക്കുന്ന അതേ ലാൻഡർ തന്നെയാണ്. വിക്രം ലാൻഡറും. റോവർ ഏതാണ്? പ്രഗ്യാനാണ്. റോവർ പ്രഗ്യാനാണ്. അപ്പോൾ വിക്രം ലാൻഡറും റോവർ ഏതാണ്? പ്രഗ്യാനാണ്. അപ്പോൾ പ്രൊപ്പൽഷൻ മൊഡ്യൂള്, പിന്നെ വിക്രം ലാൻഡർ, റോവർ പ്രഗ്യാൻ. റോവർ ഏതാണ്? പ്രഗ്യാൻ റോവറുമാണ്. അപ്പോൾ ഒന്നാമത്തെ PM ഷോർട്ട് ഫോം ആണ് PM. പിന്നെ ലാൻഡർ മൊഡ്യൂളിന് LM. പിന്നെ ഏതാണ്? റോവർ. അപ്പോൾ വിക്രം ലാൻഡർ, പ്രഗ്യാൻ റോവറുമാണുള്ളത്. ഇതിൽ മാതൃപേടകം എന്ന് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് കേട്ടോ. മാതൃപേടകം എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്രൊപ്പൽഷൻ മൊഡ്യൂളാണ് മാതൃപേടകം എന്നറിയുന്നത്. അപ്പോൾ PM, LM, പിന്നെ റോവർ പ്രഗ്യാൻ റോവർ എന്നുള്ളത് കിട്ടി. ഇനി ഇതിൻ്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഏതാണ്? LVM-3M4 ആണ്. വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് ഏതാണ്? വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് LVM-3M4 ആണ്. ഇത് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. വിക്ഷേപണ വാഹനം. ഇതിൻ്റെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് 3900 കിലോഗ്രാമാണ്. 3900 കിലോഗ്രാമാണ്. ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3M4 ആണ്. പിന്നെ 3900 കിലോ ആണ്. ലോഞ്ച് മാസ് എന്ന് പറയുന്നത് 3900 കിലോ ആണ്. ഈ 3900 കിലോയിൽ അല്ലെങ്കിൽ 3900 കിലോഗ്രാമും അതോടൊപ്പം തന്നെ ഇതും കൂടി ഓർത്ത് വെച്ചു. അല്ലെങ്കിലോ 8600 എന്നും കൂടി ഓർത്ത് വെച്ചോ കേട്ടോ. 8600 എന്നുള്ളതും കൂടി ഓർത്ത് വെച്ചോ. LB ആണ്. 8600 LB. 3900 കിലോയിൽ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നത്, പ്രൊപ്പൽഷൻ മൊഡ്യൂളിൽ വരുന്നത് 2148 കിലോഗ്രാമാണ്. 2148 കിലോഗ്രാം. ഇതൊന്നും ചോദിക്കില്ലായിരിക്കുന്നാലും പറഞ്ഞു പോകുന്നു. പിന്നെ വിക്രം എന്ന് പറയുന്നത് 1726 കിലോഗ്രാം. ഈ 1726 കിലോഗ്രാമിൽ 1726 കിലോഗ്രാമിൻ്റെ കൂടെ ഒരു 26 കിലോഗ്രാം ഏത് വരുന്നുണ്ട്? പ്രഗ്യാനും വരുന്നുണ്ട്. അപ്പോൾ
2148 കിലോഗ്രാം പ്രൊപ്പൽഷൻ മൊഡ്യൂള്, 1726 ലാൻഡർ മൊഡ്യൂളും പിന്നെ 26 റോവർ പ്രഗ്യാനും. അങ്ങനെ ടോട്ടൽ 3900 കിലോഗ്രാം. വിക്ഷേപണ വാഹനം ഏതാണ്? LVM-3M4 ആണ്. LVM-3M4 ആണ്. അപ്പോൾ വിക്ഷേപണം എന്നാണ്? 2023 ജൂലൈ 14. 2023 ജൂലൈ 14 വിക്ഷേപിച്ചത്. ഇനി ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാണ്? ഭ്രമണപഥത്തിൽ എത്തിയത് അത് 2023 ഓഗസ്റ്റ് 5 2023 ഓഗസ്റ്റ് 5 ഭ്രമണപഥത്തിൽ എത്തിയത്. ഇപ്പോൾ ജൂലൈ 14 വിക്ഷേപിച്ചു, ഓഗസ്റ്റ് 5 എവിടെ എത്തി? ഭ്രമണപഥത്തിൽ എൻറ്റേർഡ് ലൂണാർ ഓർബിറ്റ്. ഓക്കെ. ഇനി ലാൻഡർ വേർപെട്ടത് എന്നാണ് ചോദിച്ചാൽ വിക്രം ലാൻഡർ അല്ലേ, അത് വേർപെട്ടത് ഓഗസ്റ്റ് 17 എന്നാണ്. ഓഗസ്റ്റ് 17. ഈ ഡേറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സോഫ്റ്റ് ലാൻഡിങ് ചെയ്തത് എന്നാന്ന് ചോദിച്ചാൽ അത് ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23, 2023. ഓഗസ്റ്റ് 23 സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത്. അതൊരു ബുധനാഴ്ച ദിവസമായിരുന്നു കേട്ടോ, അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യം പഠിച്ചു ജൂലൈ 14 വിക്ഷേപിച്ചത്. പിന്നെ ഓഗസ്റ്റ് 5 അത് ഭ്രമണപഥത്തിലെത്തി. ഓഗസ്റ്റ് 17 അത് വിക്രം ലാൻഡർ വേർപെട്ടു. പിന്നെ ഓഗസ്റ്റ് 23 അത് സോഫ്റ്റ് ലാൻഡിങ് ചെയ്തു. അങ്ങനെ ലൂണാറിൻ്റെ സൗത്ത് പോളിൽ, ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ടച്ച് ചെയ്ത് അല്ലേ, ലാൻഡർ ടച്ച് ചെയ്തത് ആരുടെയാണ്? നമ്മുടെ ഇന്ത്യയുടെയാണ്. ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23 വൈകുന്നേരം എപ്പോഴാണ്? 6 മണി, 6:03 കേട്ടോ. ഓഗസ്റ്റ് 23 വൈകുന്നേരം 6:03. ഇനി ഇന്ത്യയിലെ നമ്മുടെ മൂണിലെത്തിയ, അതായത് ദക്ഷിണ ധ്രുവത്തിൽ എത്തിയ, ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ എത്തിയതിൽ ഒന്നാമത്തെ രാജ്യം ഇന്ത്യ ആണെങ്കിൽ ചന്ദ്രനിൽ എത്തിയതിൽ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ വരുന്നത്? 4ാമത്തെ രാജ്യമാണ് കേട്ടോ. 4ാമത്തെ രാജ്യമാണ്. ഇനി ചന്ദ്രയാൻ 3 സമയത്ത് ISRO ചെയർമാൻ ആരാണ്? ISRO ചെയർമാൻ ആരാണ്? എസ് സോമനാഥ് അല്ലേ. എസ് സോമനാഥാണ് ISRO ചെയർമാനായിരുന്നത്. സോമനാഥ്. ഇനി മിഷൻ ഡയറക്ടർ ആരായിരുന്നു? മോഹൻ കുമാർ. മിഷൻ മോഹൻ അല്ലേ. മോഹൻ കുമാറാണ് മിഷൻ ഡയറക്ടർ. മോഹൻ കുമാർ. ഇനി പ്രൊജക്ട് ഡയറക്ടർ ആരായിരുന്നു? പ്രൊജക്ട് ഡയറക്ടറും മിഷൻ ഡയറക്ടറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നത് പി വീരമുത്തുവേലാണ് പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നത്. ഇനി ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നത് ആരാണ്? കൽപ്പന കെ അല്ലെങ്കിൽ കൽപ്പന കാളഹസ്തി. കെ എന്നോർത്താലും മതി. അതാണ് ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ. ഒന്നും കൂടി നോക്കാം. ചന്ദ്രയാൻ 3 ISRO ചെയർമാൻ എസ് സോമനാഥ്, മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ, പ്രൊജക്ട് ഡയറക്ടർ, പ്രൊജക്റ്റും മിഷനും MMVP നോർക്കാലോ. പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ. പിന്നെ ഡെപ്യൂട്ടി പ്രൊജക്ട് ഡയറക്ടർ ഉണ്ട് കൽപ്പന കാളഹസ്തി. കിട്ടിയോ? അടുത്തത് ഇനി എന്താ പറയുന്നത്? ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നതിനുള്ള പരീക്ഷണങ്ങൾക്ക് ISRO തിരഞ്ഞെടുത്ത പ്രദേശം ഏതാണ്? നാമക്കലാണ് കേട്ടോ. ഏതാണ് പ്രദേശം? നാമക്കൽ. തമിഴ്നാട്. ഇത് ചന്ദ്രൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യുന്നതിനുള്ള പരീക്ഷണങ്ങൾക്ക് ISRO തിരഞ്ഞെടുത്ത പ്രദേശമാണ് നാമക്കൽ, തമിഴ്നാട്. ഇനി എന്തായിരുന്നു ചന്ദ്രയാൻ 3ൻ്റെ എത്രയായിരുന്നു ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ കാലാവധി എന്ന് പറയുന്നത്? ദൗത്യ കാലാവധി 14 ദിവസമാണ്. 14 ദിവസം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് 1 ലൂണാർ ഡേ എന്ന് തരൂ കേട്ടോ. രണ്ടും ഓർത്ത് വയ്ക്കുക. 1 ലൂണാർ ഡേ അല്ലെങ്കിൽ 14 ദിവസം എന്നുള്ളതാണ് ഇതിൻ്റെ കാലാവധി. സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തതിന് ശേഷമുള്ള ആദ്യ സന്ദേശം എന്തായിരുന്നു?
സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തതിന് ശേഷമുള്ള ആദ്യ സന്ദേശം എന്തായിരുന്നു? സന്ദേശം വന്നിരുന്നത് ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു നീയും എന്നതായിരുന്നു ആദ്യത്തെ സന്ദേശം. ഓർത്തു വയ്ക്കണം കേട്ടോ. ഇന്ത്യ ഞാൻ എൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു നീയും എന്നതാണ് സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തതിന് ശേഷമുള്ള സന്ദേശം. ഇനി ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലത്തിന് കൊടുത്ത പേരെന്താണ്? ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലത്തിന് കൊടുത്ത പേരെന്താണ്? ശിവശക്തി അല്ലേ? ശിവശക്തി എന്നാണ്. എന്താണ് കൊടുത്തിരുന്നത്? ശിവശക്തി എന്നതാണ്. ഇനി നമ്മൾ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ഇപ്പോൾ ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓഗസ്റ്റ് 23 ആ ഓഗസ്റ്റ് 23 നമ്മൾ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ആ ദിവസമാണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ്. അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ് ജൂലൈ 20. അന്താരാഷ്ട്ര ചാന്ദ്രദിനം എന്നാണ് ജൂലൈ 20. നമ്മുടെ ഏതാ SCRT ആണോ NCERT ഏതിലോ ജൂലൈ 21 കിടക്കുന്നുണ്ട് കേട്ടോ, അത് ഓർത്തു വയ്ക്കണേ. അന്താരാഷ്ട്ര ചാന്ദ്രദിനം ജൂലൈ 20. ഓക്കെ, 21 ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായോ? ചന്ദ്രയാൻ 3 റിലേറ്റ് ചെയ്തത് വിക്ഷേപിച്ചത് ജൂലൈ 14. ഭ്രമണപഥത്തിലെത്തിയത് ഓഗസ്റ്റ് 5. വിക്രം ലാൻഡർ വേർപെട്ടത് ഓഗസ്റ്റ് 17. സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് ഓഗസ്റ്റ് 23. അത് നമ്മൾ പറഞ്ഞൊരു ബുധനാഴ്ചയാണ്. പിന്നെ 41 ദിവസമാട്ടോ ഇതെടുത്തത് എന്തിനു വേണ്ടി? സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്യാൻ എന്നുള്ളതും കൂടി ഓർത്തു വയ്ക്കാം. പിന്നെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിലെത്തിയത് ആദ്യം ആരാണ്? നമ്മളാണ്, ഇന്ത്യയാണ്. പിന്നെ ചെയർമാനായിരുന്നത് സോമനാഥ്, മിഷൻ ഡയറക്ടർ മോഹൻകുമാർ, പിന്നെ ആരായിരുന്നു? പ്രൊജക്റ്റ് ഡയറക്ടർ P വീരമുത്തുവേല്, ഡെപ്യൂട്ടി പ്രൊജക്റ്റ് ഡയറക്ടർ കൽപ്പന കാളഹസ്തിയായിരുന്നു. പിന്നെ അതിൽ 3 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് 3 ഭാഗങ്ങൾ: പ്രൊപ്പൽഷൻ മൊഡ്യൂള്, ലാൻഡർ മൊഡ്യൂളും റോവറും. അതിൽ ലാൻഡർ എന്ന് പറയുന്നത് വിക്രം ലാൻഡർ. പിന്നെ റോവർ ഏതാണ്? പ്രഗ്യാൻ റോവറാണ് എന്നുള്ളതും ഓർത്തു വയ്ക്കാം. ഇത്ര ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പേലോഡുകൾ. നമുക്ക് ലാൻഡറിൻ്റെ പേലോഡ് ഏതൊക്കെയാണ്, റോവറിൻ്റെ ഏതൊക്കെയാണ്, ഇനി പ്രൊപ്പൽഷൻ മൊഡ്യൂളിന് പേലോഡ് ഉണ്ടെങ്കിൽ അത് ഏതാണ് എന്ന് തിരിച്ച് പഠിക്കണം. അത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഏതിനാണ്? LDCക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. LDC പ്രിലിംസ് ഏതിൻ്റെയാണെന്ന് ഓർക്കുന്നില്ല, LDCക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാൻഡറിൻ്റെ പേലോഡ് നോക്കാം. എന്താ പേലോഡ് എന്ന് പറയുന്നത്? നമ്മൾ പ്രത്യേക ആവശ്യങ്ങൾക്ക് ഈ ഉപഗ്രഹത്തിനോടൊപ്പം ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള ഒരു ഉപകരണം അയക്കുന്നത് അതിനെയാണ് പേലോഡ് എന്ന് പറയുന്നത്. പ്രത്യേക ആവശ്യങ്ങൾക്കായി ഉപഗ്രഹത്തിനോടൊപ്പം നമ്മൾ അയക്കുന്ന ശാസ്ത്ര സാങ്കേതിക ഉപകരണത്തെയാണ് പേലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഏതിൻ്റെ നോക്കാം? ലാൻഡറിൻ്റെ പേലോഡുകൾ. ലാൻഡറിൻ്റെ പേലോഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലാൻഡറിന് എത്ര പേലോഡ് ഉണ്ട്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ LDCക്ക് ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ തന്നെ പഠിച്ചു പോവാം. ലാൻഡറിന് എത്ര പേലോഡ് ഉണ്ട്? 4 പേലോഡ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഓക്കെ, ആദ്യത്തേത് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വായിച്ചോട്ടോ. HM Aയും സ്മോൾ ആണേ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഫോമും പഠിക്കാം. ചന്ദ്രാസ് സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. ഈ തെർമോഫിസിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചസ്ത ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ താപവ്യതിയാനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ചന്ദ്രാസ് സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. ഈ തെർമോഫിസിക്കൽ എന്നുള്ളത് ഓർത്തു വയ്ക്കണം കേട്ടോ. തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. ഇനി രണ്ടാമത്തേത് ILSA. അതെന്താണ്? ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. സീസ്മിക് എന്ന് പറയുന്നത് ഭൂകമ്പമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഏത്? ILSA, ഇൻസ്ട്രുമെൻറ്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. കിട്ടുമല്ലോ, ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി. മറ്റേത് തെർമോഫിസിക്കൽ, ചന്ദ്ര സർഫേസ് തെർമോഫിസിക്കൽ എക്സ്പെരിമെൻറ്റ്. പിന്നെ ഉള്ളത് LP. ഈ LP നമ്മൾ രംഭ LP എന്ന് കണ്ടു കഴിഞ്ഞാൽ, LP എന്ന് കണ്ടാലും രംഭ എന്ന് കണ്ടാലും രണ്ടും ഓർത്ത് വയ്ക്കണം. LP എന്ന് പറയുന്നത്
ലാങ്മർ പ്രോബ് എന്നാണ്. ലാങ്മർ പ്രോബ്. LPയുടെ ഫുൾ ഫോം എന്താണ്? ലാങ്മർ പ്രോബ്. ഇനി രംഭ. രംഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ രംഭ അതിൻ്റെ ഫുൾ ഫോം നോക്കിയേ. റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. അതേതാണ്? രംഭ. ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ രംഭ LP എന്ന് കാണുമ്പോൾ ലാങ്മർ പ്രോബ് ഓർത്ത് വയ്ക്കുക. റേഡിയോ അനാറ്റമി ഓഫ് മൂൺ ബൗണ്ട് ഹൈപ്പർ സെൻസിറ്റീവ് അയണോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ. ഇനി ഒരെണ്ണവും കൂടിയുണ്ട്. ഏതാണത്? LRA. LRA എന്താണ്? ലേസർ റെട്രോ റിഫ്ലക്റ്റർ അറേ. ലേസർ റെട്രോ റിഫ്ലക്റ്റർ അറേയാണ്. ലേസർ റെട്രോ റിഫ്ലക്റ്റർ അറേയാണ്. ഓക്കെ. അപ്പം 4 ലാൻഡറായിട്ട് റിലേറ്റ് ചെയ്ത് 4 ഏതൊക്കെയാണ്? ചസ്തേ, ILSA, പിന്നെ രംഭ LP ഒരുമിച്ച് പഠിച്ചോളുക. പിന്നെ LRA. ഏതാണ്? LRA. എല്ലാത്തിൻ്റെയും ഫുൾ ഫോമും ഓർത്ത് വയ്ക്കണം. ഇനി നമുക്ക് റോവറിലേക്ക് പോവാം. റോവർ പേലോഡിൽ വരുന്നത് ഏതൊക്കെയാണ്? റോവറിൽ എത്ര എണ്ണം വരുന്നുണ്ട്? 2 എണ്ണമേ വരുന്നുള്ളൂ. ലാൻഡറിൽ 4, റോവറിൽ 2 എണ്ണം. ഏതൊക്കെയാണ് റോവറിൽ വരുന്നത്? ലിപ്സ്, LIBS, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പ്. അത് എന്താണ്? നമ്മുടെ മണ്ണിനെക്കുറിച്ച് അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു കെമിക്കൽ കോമ്പോസിഷനെയൊക്കെ കുറിച്ച് ഒരു എലമെൻ്റൽ കോമ്പോസിഷനെയൊക്കെ കുറിച്ച് മണ്ണിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ളതാണ് LIBS, ലേസർ ഇൻഡ്യൂസ്ഡ് ബ്രേക്ക് ഡൗൺ സ്പെക്ട്രോസ്കോപ്പി. ലൂണാൻ്റെ സോയിൽ, റോക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേട്ടോ അതിൽ വരുന്നത്. LIBS. ഇനി APXS അതെന്താണ്? ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ. ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്ററിലാണ് മൂലകങ്ങളെ കുറിച്ച് നോക്കുന്നത്. മൂലകം. ഓക്കെ. മിനറലോളജിക്കൽ. ഓക്കെ. മൂലകം. അപ്പോൾ ആദ്യത്തേത് മണ്ണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ലിബ് മണ്ണ്, മറ്റേത് മൂലകം. അപ്പോൾ ഇത് രണ്ടും ഏതിൻ്റെയാണ്? റോവറിൻ്റേതാണ്. റോവർ. അപ്പോൾ റോവറിൻ്റെ പേലോഡ് എത്ര എണ്ണമുണ്ട്? 2 എണ്ണമുണ്ട്. ഏതൊക്കെയാണ്? റോവറിൻ്റെ ലിബ്സും വരുന്നുണ്ട്. പിന്നെയോ APXS. ഓക്കെ. ഇനി പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ പേലോഡ് ഒരെണ്ണമേ ഉള്ളൂ. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ് എത്ര എണ്ണമുണ്ട്? ഒരെണ്ണം. പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡ് എത്ര എണ്ണമുണ്ട്? ഒരെണ്ണമാണുള്ളത്. അതേതാണ്? ഷേപ്പ്. ഏതാണ്? ഷേപ്പാണ് വരുന്നത്. പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ ഷേപ്പിൻ്റെ ഫുൾ ഫോം നോക്കാം. സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ഇതാണ് ഷേപ്പിൻ്റെ ഫുൾ ഫോം. സ്പെക്ട്രോ പൊളാരിമെട്രി ഓഫ് ഹാബിറ്റബിൾ പ്ലാനറ്റ് എർത്ത്. ഓക്കെ. അപ്പം 3 എണ്ണം നമ്മൾ പഠിച്ചു. ലാൻഡർ, റോവർ, ഷേപ്പ്. ഇപ്പോൾ ടോട്ടൽ 4, 2, 6, 3, 7 പേലോഡാണ് ഉള്ളത്. കിട്ടിയല്ലോ. ഇപ്പോൾ ചന്ദ്രയാൻ 3 റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നേരെ എല്ലാവരും ഉത്തരം പറഞ്ഞോളൂ കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ ഈ ചോദ്യങ്ങളിലൂടെയും പഠിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തു. ഇത് ചന്ദ്രയാൻ 3ൻ്റെ കാര്യമാണ് കേട്ടോ. ചന്ദ്രയാൻ 3 ശരിയായ പ്രസ്താവനകളാണ്. അപ്പോൾ നോക്കിയേ, സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23 അത് കറക്റ്റാണ് അല്ലേ? അടുത്തത്, ISRO ചെയർമാനായിരുന്നത് മോഹൻ കുമാർ ആണ് എന്നാണ് പറയുന്നത്. ISRO ചെയർമാൻ ചന്ദ്രയാൻ 3ൻ്റെ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? മോഹൻ കുമാർ ആണോ? അല്ല, അത് തെറ്റാണ്. ആരായിരുന്നു? സോമനാഥ് ആയിരുന്നു. യെസ്, സോമനാഥ് ആയിരുന്നു. അപ്പം അത് തെറ്റാണ്. മോഹൻകുമാർ നമ്മൾ പഠിച്ചു. മോഹൻകുമാർ ആരായിരുന്നു? മിഷൻ ഡയറക്ടർ അല്ലേ? മിഷൻ ഡയറക്ടർ ആയിരുന്നത് മോഹൻകുമാറാണ്. ഇനി ലാൻഡറിൻ്റെ പേര്, ലാൻഡർ ഏതായിരുന്നു? വിക്രം.
അത് ശരിയാണ്, ലാൻഡർ വിക്രം. ഇനി മൊത്തം ചെലവ് എത്രയാണ്? 615 കോടി എന്നാണ് കൊടുത്തിട്ടുള്ളത് മൊത്തം ചെലവ്. ശരിയാണോ? മൊത്തം ചെലവ് 615 കോടി എന്നാണ് കൊടുത്തിട്ടുള്ളത്, അതും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളോട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരുന്നത്. ശരിയായ പ്രസ്താവനയിൽ ഏതൊക്കെ വരും? എ, സി, ഡി. എ, സി, ഡി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ ഇവിടെ ചിലവ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ചിലവ് നമ്മൾ അല്ലാതെ ആദ്യം പഠിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ, മൊത്തം ചിലവ് 615 കോടിയാണ്. ഇനീഷ്യലി എത്രയോ 750 എന്തോ പറഞ്ഞിരുന്നു, പിന്നെ എന്നിട്ട് 615 എന്ന് പറഞ്ഞ് ആരാണ്? കെ ശിവൻ ആണെന്ന് തോന്നുന്നു, ഫോർമർ ISRO ചെയർമാൻ കെ ശിവൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ 615 കോടി എന്നുള്ളത് പറഞ്ഞത്. ഓക്കെ, അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ദൗത്യത്തിൻ്റെ ഭാഗമായ റോവർ ഏതാണ്? റോവറിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് റോവറിൻ്റെ പേരെന്താണ്? പ്രഗ്യാൻ അല്ലേ? പ്രഗ്യാൻ റോവറാണ്. പ്രഗ്യാൻ റോവർ, വിക്രം ലാൻഡർ. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ ലാൻഡറിൻ്റെ പേലോഡ് ഏതൊക്കെയാണ്, റോവറിൻ്റെ പേലോഡ് ഏതൊക്കെയാണ്, പ്രൊപ്പൽഷൻ മൊഡ്യൂളിൻ്റെ പേലോഡ് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കി ഏതൊക്കെയാണ് വരുന്നത്? രംഭ LP, ഷെയ്പ്പ്, ചസ്തേ, ILSA. ഇതിൽ ലാൻഡറിൻ്റെ പേലോഡിൽ വരാത്തത് ഏതാണ്? ഷെയ്പ്പ് ആണ് അല്ലേ? ഷെയ്പ്പ് ഏതിൽ വരുന്നതാണ്? പ്രൊപ്പൽഷൻ മൊഡ്യൂൾ പേലോഡാണ് ഷെയ്പ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? വിശദീകരിച്ച് ഇനിയും പറയണ്ടല്ലോ അല്ലേ? ഓർത്ത് വെച്ചോളൂ കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം? ഓഗസ്റ്റ് 23 അല്ലേ? ഓഗസ്റ്റ് 23 ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ചന്ദ്രയാൻ 3ൻ്റെ റോവർ താഴെ പറയുന്നവയിൽ ഏതിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ചന്ദ്രയാൻ 3ൻ്റെ റോവർ ഏതിൻ്റെ സാന്നിധ്യമാണ്? ഞാൻ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. ഇവിടെ വരുന്നത് ഓക്സിജനും സൾഫറുമാണ് കേട്ടോ. ഓക്സിജൻ്റെയും സൾഫറിൻ്റെയും സൾഫറിൻ്റെയും സാന്നിധ്യം സ്ഥിരീകരിച്ചു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നിലെ റോക്കറ്റ് വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? റോക്കറ്റ് വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? ഋതു കരിതാൽ ആണ് അല്ലേ? ഋതു കരിതാലാണ് റോക്കറ്റ് വനിത എന്നറിയപ്പെടുന്നത് ഋതു കരിതാൽ. നമ്മൾ ചന്ദ്രയാൻ 2 പഠിച്ചേക്കുന്നതാണ്, ഓർക്കുന്നുണ്ടോ? ചന്ദ്രയാൻ 2ൻ്റെ മിഷൻ ഡയറക്ടർ ആയിരുന്നു ഈ ഋതു കരിതാൽ ശ്രീവാസ്തവ. അപ്പോൾ റോക്കറ്റ് വനിത എന്നറിയപ്പെടുന്നു. ചന്ദ്രയാൻ 3 ദൗത്യത്തിന് വേണ്ടിയിട്ടും പ്രയത്നിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെ? നമുക്ക് നോക്കാം ഓപ്ഷൻസ്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്. ഒന്നാമത്തെ പറയുന്നത് എന്താണ്? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നത്. അത് ശരിയാണ്, ദൗത്യത്തിൽ വരുന്നതാണ്. പിന്നെ റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്. അതും ശരിയാണ്. അടുത്തതോ സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. അതും ശരിയാണ്. അപ്പം എല്ലാം ശരിയാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ചന്ദ്രയാൻ 3ൻ്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ശരി. ഇതിൻ്റെ ഇംഗ്ലീഷും കൂടി ഒന്ന് പറഞ്ഞു പോവാം. അതായത് ഒന്നാമത്തെ വരുന്നത് ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നത്. അതായത് ഇംപ്ലിമെൻറ്റിംഗ് എ ലാൻഡർ ടു ലാൻഡ് സേഫ്ലി ആൻഡ് സോഫ്റ്റ്ലി ഓൺ ദ സർഫേസ് ഓഫ് ദ മൂൺ. ഇത് ഒബ്ജക്റ്റീവ്സിൽ കറക്റ്റ് പറയുന്ന 3 പോയിന്റ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തേത് റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിനെന്ന് പറയുന്നതിൻ്റെ റോവറിൻ്റെ ഡ്രൈവിംഗ് ക്യാപ്പബിലിറ്റി, പിന്നെ അതിൻ്റെ ഒബ്സർവിങ് ആൻഡ് ഡെമോൺസ്ട്രേറ്റിംഗ് ദ റോവേഴ്സ് ഡ്രൈവിംഗ് ക്യാപ്പബിലിറ്റി ഓൺ ദ മൂൺ. അതാണ് രണ്ടാമത്തെ. പിന്നെ മൂന്നാമത് പറയുന്നത് എന്താണ്? സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. അതായത് കണ്ടക്ടിങ് ആൻഡ് ഒബ്സർവിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഓൺ ദ മെറ്റീരിയൽസ് അവൈലബിൾ ഓൺ ദ ലൂണാർ സർഫേസ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ദി കോമ്പോസിഷൻ ഓഫ് ദി മൂൺ. ഓക്കെ, 3 പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, ചന്ദ്രയാൻ 3 ISRO വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ചന്ദ്രയാൻ 3 ചന്ദ്രയാൻ 3
ISRO വിക്ഷേപിച്ചവ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ലാൻഡർ ഉണ്ടായല്ലോ, ഉണ്ട്. വിക്രം ലാൻഡർ നമ്മൾ പഠിച്ചതാണ്. റോവർ ഉണ്ടായി, ഏതാണ്? പ്രഗ്യാൻ. ഓർബിറ്റർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്നോ? ഇല്ല. ഇനി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. അപ്പോൾ ചന്ദ്രയാൻ 3ൻ്റെ 3 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ലാൻഡർ, റോവർ, പ്രൊപ്പൽഷൻ മൊഡ്യൂൾ എന്നിവയാണ്. ഓർബിറ്റർ അതിലില്ല. അടുത്തത്, ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ അണ്ണാദുരൈ എന്നാൽ ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ഇത് LGSൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇവിടെ ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ തന്നിട്ടുണ്ട്. ആരാണ്? അണ്ണാദുരൈ എന്ന് തന്നിട്ടുണ്ട്. ചന്ദ്രയാൻ 3ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? പി വീരമുത്തുവേൽ. ആണ്. പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ 2ൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? അത് മുത്തയ്യ വനിതയാണ്. മുത്തയ്യ വനിത. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ചന്ദ്രയാൻ 3ൻ്റെ കാര്യം പഠിക്കുമ്പോൾ നമുക്ക് എന്ത് പഠിക്കാം? മിഷൻ ഡയറക്ടർ മോഹൻകുമാർ, പ്രൊജക്ട് ഡയറക്ടർ പി വീരമുത്തുവേൽ എന്ന് പറഞ്ഞ് പഠിക്കാം. പക്ഷേ ചന്ദ്രയാൻ 2ൻ്റെ കാര്യം പഠിക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആവും. അതായത് ചന്ദ്രയാൻ 2 മിഷൻ ഡയറക്ടർ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ആരാണ്? ഋതു കരിതാലാണ്. ഋതു 6 അല്ലേ? ഋതു കരിതാൽ. പ്രൊജക്ട് ഡയറക്ടർ വരുന്നത് മുത്തയ്യ വനിത. ഇവിടെ എം തമ്മിൽ അങ്ങനെ കണക്ട് ചെയ്യരുത്, അത് തെറ്റായി മാറും. ഓക്കെ ആണല്ലോ. അപ്പോൾ ചന്ദ്രയാൻ 3ഉം അനുബന്ധ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചന്ദ്രയാൻ 1ഉം 2ഉം ഇതുപോലെ തന്നെ ഒന്ന് പഠിക്കാം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? ഡേറ്റ് എല്ലാത്തിൻ്റെയും ഓർത്ത് വയ്ക്കണം. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ചന്ദ്രയാൻ 1 ഇന്ന ദിവസം, ചന്ദ്രയാൻ 2 ഇന്ന ദിവസം എന്നൊക്കെ പറഞ്ഞ് തരും. അപ്പോൾ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22 2008 ഒക്ടോബർ 22 വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നായിരുന്നു? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നായിരുന്നു? 14 അല്ലേ? ജൂലൈ 14. ഇനി ചന്ദ്രയാൻ 1ൻ്റെ വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ് ശ്രീഹരിക്കോട്ടയാണ്. ഇനി വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് PSLV C-11 ആണ്. PSLV-C-11. ചന്ദ്രയാൻ 1 എന്ന് ഓർക്കുക, 1-11, PSLV C-11. ഇനി ഇതിൻ്റെ ഭാരം 1380 കിലോഗ്രാം. 1380 കിലോഗ്രാമാണ് ചന്ദ്രയാൻ 1ൻ്റെ ഭാരമായിരുന്നത്. ആകെ ചെലവായിരുന്നത് 386 കോടിയാണ്. എത്രയാണ്? 386 കോടിയായിരുന്നു ആകെ ചെലവ്. ഇനി ചന്ദ്രയാൻ 1 ഭ്രമണപഥത്തിൽ എത്തിയതെന്നാന്ന് ചോദിച്ചാൽ അത് 2008 നവംബർ 8-നാണ്. 2008 നവംബർ 8-ന് അതെവിടെ എത്തി? ഭ്രമണപഥത്തിൽ എത്തി. 2008 നവംബർ 8-ന് അത് ഭ്രമണപഥത്തിലെത്തി. ഇനി ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നാന്ന് ചോദിച്ചാൽ അത് നവംബർ 14-നാണ്. എന്നാണ്? നവംബർ 14. ഓക്കെ ആണല്ലോ. നവംബർ 14. ഒന്നും കൂടി നോക്കാം. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22. ഇവിടെ നിന്ന്? ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. ഇനി വിക്ഷേപണ വാഹനമായിരുന്നത് PSLV C-11 ആണ്. ഭാരം 1380 കിലോഗ്രാം. ആകെ ചെലവ് 386 കോടി. ഭ്രമണപഥത്തിലെത്തിയത് നവംബർ 8-നും അത് ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയതെന്നാണ്? നവംബർ 14-നുമാണ്. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗത്തെ എന്തു പറയുന്നു? ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങാൻ സഹായിച്ച ഭാഗത്തെ മൂൺ ഇമ്പാക്റ്റ് പ്രോബ് എന്നാണ് പറയുന്നത്. മൂൺ ഇമ്പാക്റ്റ് പ്രോബ്.
നമ്മൾ പറഞ്ഞു എന്താണ്, നവംബർ 14-നാണ് ഇത് ഇടിച്ചിറങ്ങിയതെന്ന് പറഞ്ഞു അല്ലേ. നവംബർ 14-നാണ് ഇടിച്ചിറങ്ങിയത്. അതുകൊണ്ട് തന്നെ നവംബർ 14 നമുക്കറിയാം ജവഹർലാൽ നെഹ്റു. അപ്പോൾ ജവഹർ പോയിന്റ് എന്ന പേര് കൊടുക്കുകയുണ്ടായി. ആ ജവഹർ പോയിന്റ് എന്ന പേര് നൽകിയത് ആരാന്ന് ചോദിച്ചാൽ അത് APJ അബ്ദുൽ കലാം ആണ് കേട്ടോ. ആരാണ്? APJ ആണ് ആ പേര് നിർദ്ദേശിച്ചത്, ആ പേര് നൽകിയത്. ഇനി ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? അത് AB വാജ്പേയി ആണ്. ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് AB വാജ്പേയി ആണ് കേട്ടോ. AB വാജ്പേയി ആണ് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത്. ഈ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? സമയത്ത് ISRO ചെയർമാൻ 2008 ISRO ചെയർമാൻ ആരായിരുന്നു? G. മാധവൻ നായർ ആയിരുന്നു. G. മാധവൻ നായർ. ഇനി പ്രൊജക്ട് ഡയറക്ടർ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടു. ആരായിരുന്നു പ്രൊജക്ട് ഡയറക്ടർ? അണ്ണാദുരൈ. M. അണ്ണാദുരൈ ആയിരുന്നു കേട്ടോ. അണ്ണാദുരൈയാണ് പ്രൊജക്ട് ഡയറക്ടർ ആയിരുന്നത്. ചന്ദ്രയാൻ 1-ന്റെ കാര്യമാണ് പറയുന്നത്. ഇനി ചന്ദ്രയാൻ 1-ന് എത്ര ഭാഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 2 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ചന്ദ്രയാൻ 1-ന്റെ ഭാഗങ്ങളിൽ വരുന്നത് ഓർബിറ്റർ വരുന്നുണ്ട്. ആര് വരുന്നുണ്ട്? ഓർബിറ്റർ വരുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ കണ്ട മൂൺ ഇമ്പാക്റ്റ് പ്രോബും വരുന്നുണ്ട്. മൂൺ ഇമ്പാക്റ്റ് പ്രോബും വരുന്നുണ്ട്. 2 ഭാഗങ്ങളാണുള്ളത്, ഓർബിറ്ററും മൂൺ ഇമ്പാക്റ്റ് പ്രോബും. ഇനി ജവഹർ പോയിന്റ് നമ്മൾ പറഞ്ഞു, ആ പേര് നൽകിയത് ആരാണ്? APJ അബ്ദുൽ കലാം ആണ് എന്നുള്ളതും ഓർത്തു വയ്ക്കാം. ഇത്രയാണ് ചന്ദ്രയാൻ 1-നെ പറ്റി പഠിക്കാനുള്ളത്. 2008 ഒക്ടോബർ 22. പിന്നെ ഭ്രമണപഥത്തിലെത്തിയത് 2008 നവംബർ 8. ചന്ദ്രോപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് നവംബർ 14-നാണ്. പിന്നെ ആ സമയത്ത് ആരായിരുന്നു? ISRO ചെയർമാൻ G. മാധവൻ നായർ ആയിരുന്നു. പ്രൊജക്ട് ഡയറക്ടർ M. അണ്ണാദുരൈയാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. പിന്നെ നമുക്കറിയാം ചന്ദ്രനെ കുറിച്ച് പഠിക്കാൻ പേടകം വിക്ഷേപിച്ച എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4ാമത്തെ രാജ്യമാണ് കേട്ടോ ഇന്ത്യ. അപ്പം അതിന് മുമ്പുണ്ടായത് ആരൊക്കെയായിരുന്നു? 4ാമത്തെ രാജ്യമാണെന്ന് പറഞ്ഞു. അപ്പം അതിന് മുന്നേ ആരൊക്കെയായിരുന്നു? USSRഉം USA ചൈനയും. ഓക്കെ, അത് കഴിഞ്ഞ് 4ാമത്തെ രാജ്യമായതാണ് ഇന്ത്യ. ഓക്കെ അല്ലേ ഇത്രയും? ഇനി നമുക്ക് ചന്ദ്രയാൻ 2-ലേക്ക് പോവാം. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് 2019 ജൂലൈ 22-നാണ്. ഇവിടെ നോക്കിയേ, തൊട്ട് മുമ്പ് നമ്മൾ ചന്ദ്രയാൻ 1-ന്റെ ഡേറ്റ് എന്ന് പറയുന്നത് 2008 22 കണ്ടില്ലായിരുന്നു. 2008 ഒക്ടോബർ 22-ആണ് വിക്ഷേപിച്ചത്. ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചതും ഒരു 22-നാണ്. അത് ജൂലൈ 22-നാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ജൂലൈ എന്ന് പറയുന്നത് പിന്നെയും ചന്ദ്രയാൻ 3-ലും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. ഞാൻ കൺഫ്യൂഷൻ ആക്കാൻ പറഞ്ഞല്ല, ഓർത്തു വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ കേട്ടോ. ഇനി ഇതിൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? GSLV അല്ലേ. GSLV മാർക്ക് 3 ആയിരുന്നു. GSLV മാർക്ക് 3 ആയിരുന്നു ഇതിൻ്റെ വിക്ഷേപണ വാഹനം. ISROയുടെ ബാഹുബലി എന്നൊക്കെ അറിയപ്പെടുന്ന വിക്ഷേപണ വാഹനമായ GSLV മാർക്ക് 3 M1 ആയിരുന്നു ചന്ദ്രയാൻ 2-ന്റെ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത്. ഇനി ഇതിൻ്റെ ലാൻഡർ ഏതായിരുന്നു? ലാൻഡർ വിക്രം ലാൻഡർ ആണ്. ഈ വിക്രം ലാൻഡർ തന്നെയാണ് നമ്മൾ ചന്ദ്രയാൻ 3-ലുള്ളത്. ഇതിൻ്റെ റോവർ ഏതാണ്? പ്രഗ്യാനാണ്. പ്രഗ്യാൻ റോവറാണ്. അപ്പോൾ ലാൻഡറും റോവറും സെയിം ആണ് കേട്ടോ നമുക്ക് 2-ലും 3-ലും. ഇനി ഇത് ഭ്രമണപഥത്തിലെത്തിയത് എന്നാന്ന് ചോദിച്ചാൽ 2019 ഓഗസ്റ്റ് 20-ന് ഭ്രമണപഥത്തിലെത്തിയത്. ഓഗസ്റ്റ് 20-നാണിത് ഭ്രമണപഥത്തിലെത്തിയത്. എന്നാണ് ഭ്രമണപഥത്തിലെത്തിയത്? ഓഗസ്റ്റ് 20. ഇതിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നമ്മൾ കണ്ടു. ആരാണ്? മുത്തയ്യ വനിതയാണ് അല്ലേ. മുത്തയ്യ വനിതയാണ് പ്രൊജക്ട് ഡയറക്ടർ. മിഷൻ ഡയറക്ടർ ആരായിരുന്നു? ഋതു കരിതാൽ ശ്രീവാസ്തവയാണ് ഇതിൻ്റെ മിഷൻ ഡയറക്ടർ ആയിരുന്നത്. ഈ സമയത്ത് ISRO ചെയർമാൻ ആരായിരുന്നു? ISRO ചെയർമാൻ ആരാണ്? കെ ശിവനായിരുന്നു. 9ാമത്തെ ISRO ചെയർമാൻ ആയിരുന്നു K. ശിവൻ. ഇനി ഇതിൻ്റെ ആകെ ചിലവെന്ന് പറയുന്നത് 978 കോടി രൂപയായിരുന്നു. 978 കോടിയായിരുന്നു ചന്ദ്രയാൻ 2-ന്റെ ആകെ ചിലവ്. 1-ന്റെ എത്രയായിരുന്നു? 386 ആയിരുന്നു. 2-ലേക്ക് വന്നപ്പോൾ 978 കോടിയായി. 3-ന്റെ നമ്മൾ പറഞ്ഞു എത്രയാണ്? 615 കോടി. ഓക്കെ, ഇനി ഈ ചന്ദ്രയാൻ 2-ന് എത്ര ഭാഗങ്ങളാണ് ഉണ്ടായെന്ന് ചോദിച്ചാൽ 3 ഭാഗങ്ങളാണുള്ളത്. ചന്ദ്രയാൻ 2-നും ചന്ദ്രയാൻ 3-നും എത്ര ഭാഗങ്ങളാണ്? 3 ഭാഗങ്ങളാണ്. അപ്പോൾ ചന്ദ്രയാൻ 2-ന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ
ഏതൊക്കെയാണ് ചന്ദ്രയാൻ 2ൻ്റെ ഭാഗങ്ങളിൽ വരുന്നത്? ഓർബിറ്റർ വരുന്നുണ്ട്. ഓർബിറ്റർ 1 നമ്മൾ കണ്ടതാണല്ലേ. പിന്നെ ലാൻഡർ, ഏതാണ്? വിക്രം ലാൻഡർ വരുന്നുണ്ട്. പിന്നെ റോവർ, പ്രഗ്യാൻ റോവറും വരുന്നുണ്ട്. അപ്പോൾ ഇത് 3ലേക്ക് വരുമ്പോൾ ലാൻഡറും റോവറും വരുന്നുണ്ട്. പിന്നെ ഏതാ ഇല്ലാത്തത്? ഓർബിറ്ററിന് പകരം അവിടെ PM അഥവാ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ആവുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഇനി തിരങ്ക. നമ്മൾ പറഞ്ഞു ജവഹർ പോയിന്റ് എന്ന പേരിനെ പറ്റി പറഞ്ഞല്ലേ, ചന്ദ്രയാൻ 1ൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇടിച്ചിറങ്ങിയത്. ഇതുപോലെ ലാൻഡർ ഇറങ്ങിയ ആ ഭാഗത്ത് തിരങ്ക എന്ന പേര്, അത് ചന്ദ്രയാൻ 2നാണ് കേട്ടോ. അത് മോദിയാണ് കൊടുത്തത് ഈ പേര്. തിരങ്ക എന്ന പേര് കൊടുത്തത് ആരാന്ന് ചോദിച്ചാൽ അത് മോദിയാണ്. മറ്റേ ജവഹർ പോയിന്റ് എന്ന പേര് കൊടുത്തത് ആരാണ്? അത് APJ ആണ് കേട്ടോ. APJ അബ്ദുൽ കലാമാണ് അത് കൊടുത്തത്. പിന്നെ ചന്ദ്രയാൻ 3ൻ്റെ കാര്യത്തിൽ നമ്മൾ ശിവശക്തി പറഞ്ഞില്ലായിരുന്നോ? ചന്ദ്രയാൻ 3 ആയിരുന്നപ്പോൾ ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത സ്ഥലത്തിന് എന്താണ് കൊടുത്ത പേരെന്താണെന്ന് ചോദിച്ചാൽ അത് ശിവശക്തി എന്നുള്ളതാണ് കേട്ടോ. അപ്പം 3 പേരും ഓർത്ത് വയ്ക്കുക. ജവഹർ പോയിന്റ്, പിന്നെ 2ാമത്തേന് തിരങ്ക, 3ാമത്തേന് ശിവശക്തി. ഓക്കെ ആണല്ലോ. ഇത്രയുമാണ് നമുക്ക് ചന്ദ്രയാൻ റിലേറ്റ് ചെയ്ത് പഠിക്കാനുള്ളത്. ചന്ദ്രയാൻ 1, 2, 3 ക്വസ്റ്റ്യൻസും എല്ലാം പഠിച്ചു. അപ്പോൾ എല്ലാവരും സെറ്റായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് ചോദിക്കുക. ഇനി നമുക്ക് ആദിത്യ L1 അങ്ങനെയുള്ള കാര്യങ്ങൾ. ആദിത്യ L1 ഇപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. പിന്നെ എക്സ്പോസാറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ മാത്രമായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക. ക്ലാസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ കമൻ്റ് ഇടാനും മറക്കരുത്. താങ്ക്